പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൻ്റെ വലിയ കൃപാകടാക്ഷം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഇന്നേ ദിനം നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. മക്കളെ, നിങ്ങൾ എഴുതുന്ന ഓരോ കത്തുകളും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ യൂട്യൂബിന് ഇതിൻ്റെ ഈ ചാനലിന് താഴെ എഴുതിയിടുന്ന കമൻറ്റ് ബോക്സിൽ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വചനം കേട്ടുകൊണ്ട് നിങ്ങൾ സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന സകലവിധ തിന്മയുടെ അരൂപികളെയും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ആ തിന്മയുടെ അരൂപികളെ ഉച്ചാടനം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മേലുള്ള കൂടോത്രങ്ങളെയും മന്ത്രവാദങ്ങളെയും ശാപങ്ങളെയും പൂർവിക ശാപങ്ങളെയും അങ്ങനെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന നിങ്ങളുടെ അകാരണ ഭയങ്ങളെയും ദുഃഖങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ എടുത്തു മാറ്റുക. ഒരമ്മയാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ആ അമ്മയിലൂടെ ആ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുക. അപ്പനാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ആ കുടുംബം മുഴുവൻ ഇന്ന് രക്ഷ പ്രാപിക്കുക. മക്കളാണ്, മകനോ മകളോ ആണ് ഈ വചനവും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ അവരിലൂടെ കുടുംബം രക്ഷപ്പെടുക. ഭർത്താവാണ് ഇത് പങ്കെടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിലൂടെ തൻ്റെ ജീവിത പങ്കാളിയുടെ മേലുള്ള കെട്ടുകൾ അഴിയുക. ഇന്ന് വളരെ പ്രത്യേകമാവിധ രോഗങ്ങൾ അഴിയുന്നതായിട്ട് അച്ഛൻ കാണുന്നുണ്ട്. ക്യാൻസറിൻ്റെ മേൽ കർത്താവ് വിടുപെടുന്നതായിട്ട് കാണുന്നു. ട്യൂമറിൻ്റെ മേൽ കർത്താവ് വിടുപെടുന്നുണ്ട്. ലിവറിൻ്റെ രോഗങ്ങളുടെ മേൽ കർത്താവ് വിടുപെടുന്നുണ്ട്. കിഡ്നി രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ശ്വാസം മുട്ടലുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ശരീരം ഇങ്ങനെ ചൂട് പിടിക്കുന്ന അവസ്ഥയുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുക. ഗർഭപാത്രത്തിൽ അസ്വസ്ഥതയുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കുക. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത പൈശാചിക പീഡകളായ രോഗങ്ങളെ കർത്താവ് ഇന്ന് ബന്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിരന്തരമായ തലവേദനകളെയും തലകറക്കങ്ങളെയും കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. വിശ്വാസത്തോടെ പങ്കെടുക്കുമ്പോൾ നിന്റെ കുഞ്ഞിൻ്റെ അലർജി രോഗത്തിൻ്റെ മേൽ കർത്താവ് വിടപെടുന്നുണ്ട്. നീ ഇന്ന് വിശ്വാസത്തോടെ പങ്കെടുക്കുമ്പോൾ നിന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് കാണുക. കുഞ്ഞിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളിൽ കർത്താവ് വിടപെടുന്നുണ്ട്. കുഞ്ഞിൻ്റെ പരീക്ഷ വിജയങ്ങളുടെ മേൽ കർത്താവ് വിടപെടുന്നുണ്ട്. മക്കളുടെ ജോലിയുടെ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റാൻ ഇടപെടുന്നുണ്ട്. വർഷങ്ങളായിട്ട് വിൽക്കപ്പെടാതെ നിന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മേഖലകളിലുണ്ടെങ്കിൽ ഇന്ന് അനേകം പേർക്ക് കർത്താവ് വിടുതൽ കൊടുക്കുക. നീ വിശ്വസിച്ചാൽ മതി, നീ വിശ്വസിച്ചാൽ മതി. കാരണം ഈ വചനത്തിന് ഡെലിവറൻസിൻ്റെ ശക്തിയുണ്ട്, രോഗശാന്തിയുടെ ശക്തിയുണ്ട്, അഭിഷേകം നൽകാനുള്ള ശക്തിയുണ്ട്, കൃപ നൽകാനുള്ള ശക്തിയുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മാത്രം വേദനകൾ പ്രാർത്ഥിച്ചാൽ പോരാ. ഈ വചനം കേൾക്കുന്ന അനേകം മക്കള് അവരൊരുപാട് ബന്ധിക്കപ്പെട്ടിരിക്കുക. പലരുടെ കുടുംബങ്ങളിൽ ഭയങ്കര ബന്ധനങ്ങളാണ്. പലർക്കും അവരുടെ വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ ബന്ധനങ്ങളാണ്. ശത്രുക്കൾ മൂലമുള്ള ബന്ധനങ്ങളാണ്. അയൽവാസികളിലൂടെ കടന്നു വരുന്ന ബന്ധനങ്ങളാണ്. ബന്ധുമിത്രാദികളിലൂടെ കടന്നു വരുന്ന ബന്ധനങ്ങളാണ്. കർത്താവ് ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ മേൽ അവരുടെ തലയിടമകളിലുള്ള ആ ബന്ധനത്തിൻ്റെ പാറ പൊട്ടി ചിതറപ്പെട്ടു പോകട്ടെ. ആ കനം അങ്ങോട്ട് വിട്ടുമാറട്ടെ. ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു പോകട്ടെ. സമ്പത്തിൻ്റെ മേലുള്ള ബന്ധനം ഒഴിഞ്ഞു പോകട്ടെ. ജോലിയുടെ മേലുള്ള ബന്ധനം ഒഴിഞ്ഞു പോകട്ടെ. കല്യാണത്തിൻ്റെ മേലുള്ള ബന്ധനം ഒഴിഞ്ഞു പോകട്ടെ. പഠനത്തിൻ്റെ മേലുള്ള ബന്ധനം ഒഴിഞ്ഞു പോകട്ടെ. ദാമ്പത്യ ജീവിതത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. മക്കളുടെ മേലുള്ള തെറ്റായ ബന്ധങ്ങൾ, കുടുംബം ആഗ്രഹിക്കാത്ത പ്രേമബന്ധങ്ങൾ യേശുനാമത്തിൽ അത് വിട്ടുമാറട്ടെ. മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുന്ന, കുടുംബത്തെ സങ്കടപ്പെടുത്തുന്ന ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന്, കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ നിന്ന്,
ആത്മാവ് നഷ്ടപ്പെടുന്ന ബന്ധങ്ങളിൽ നിന്ന്, വിശ്വാസം നഷ്ടപ്പെടുന്ന ബന്ധങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ നിന്ന് വിടുതൽ കിട്ടട്ടെ. യേശു അവിടെ ആ മേഖലയിലേക്ക് ഇറങ്ങി വരട്ടെ. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ കണ്ണുനീരിൻ്റെ മേൽ കർത്താവ് ഇടപെടുക. ആ കണ്ണുനീര് കർത്താവ് കാണുക. തൻ്റെ മകളോ മകനോ ഏത് ലോകത്താണെങ്കിലും അവരുടെ അടുത്തേക്ക് കർത്താവിൻ്റെ കൃപ ചെല്ലുക. അവരുടെ തലച്ചോറിൽ നിന്ന് ആ കെട്ടെടുത്ത് മാറ്റുക. അവരുടെ ജീവിതത്തിൽ നിന്ന് ആ ബന്ധനം എടുത്ത് മാറ്റുക. അവർക്കൊരു പുതിയ കുടുംബത്തിനൊരു പുതിയ ചൈതന്യം കിട്ടുക, പുതിയ അഭിഷേകം കിട്ടുക. നിങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ കർത്താവ് എടുത്തു മാറ്റുക. നിങ്ങളുടെ ആത്മാവിനെ ഭാരപ്പെടുത്തുന്ന ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റുക. നിങ്ങളുടെ രോഗങ്ങൾ കർത്താവ് എടുത്തു മാറ്റുക. കുഞ്ഞുങ്ങളുടെ പഠന തടസ്സങ്ങൾ, അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, ജർമ്മൻ പരീക്ഷയുടെ, IELTS-ന്റെ, OET-യുടെ, PSC-യുടെ, ബാങ്ക് പരീക്ഷയുടെ എല്ലാ അതിൻ്റെ മേലുള്ള തടസ്സങ്ങൾ മാറ്റുക. കർത്താവ് വിജയം തരിക. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കൾ വിജയം പ്രാപിച്ചു. ഒത്തിരി പേർക്ക് ഫുൾ A+ കിട്ടി. ഒത്തിരി പേര് പരീക്ഷകൾ പാസ്സായി, മത്സര പരീക്ഷകൾ പാസ്സായി. അനവധി പേർക്ക് ജോലി കിട്ടി. അനവധി പേരുടെ കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാതായി. അവരുടെ കുടുംബത്തിലെ കലഹങ്ങൾ മാറിപ്പോയി. ഭർത്താവിൻ്റെ മദ്യപാനം മാറിപ്പോയി. ഭാര്യയുടെ അവിശ്വസ്തത മാറിപ്പോയി. കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സാത്താൻ തെറ്റായ ബന്ധങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു. ആ ജീവിത പങ്കാളികൾ സുബോധത്തിലേക്ക് കടന്നു വന്നു. തൻ്റെ ഈ പ്രവൃത്തി മൂലം, തൻ്റെ ഈ ഫോൺ കോളുകൾ മൂലം കുടുംബം തകരുന്നുവെന്നുള്ള വലിയ യാഥാർത്ഥ്യം അവരുടെ തലയിലേക്ക് കയറുക. കർത്താവ് അത് കൊടുക്കുക. മാനസാന്തരത്തിൻ്റെ വിത്ത് പാകുക. മാനസാന്തരപ്പെടാനുള്ള കൃപ കിട്ടുക. കർത്താവ് അതൊരു ഡെലിവറൻസാണ്, അതൊരു വിടുതലാണ്. ഇന്നാ വിടുതൽ നടക്കട്ടെ. ഞങ്ങളുടെ കണ്ണുനീര് കർത്താവ് ഒപ്പിയെടുക്കണമേ. ഞങ്ങളുടെ വേദനകൾ അവിടുന്ന് ഒപ്പിയെടുക്കണമേ. ഞങ്ങളുടെ നിരാശകൾ അവിടുന്ന് ഒപ്പിയെടുക്കണമേ. ഞങ്ങളുടെ തടസ്സങ്ങൾ അവിടുന്ന് ഒപ്പിയെടുക്കണമേ. എന്നിട്ട് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. എക്സോർസിസം ചെയ്യണമേ. പിശാചിനെ ബഹിഷ്കരിക്കണമേ. സാത്താനെ ബഹിഷ്കരിക്കണമേ. കൊടുത്ത്രങ്ങളെ നിർവീര്യമാക്കണേ. ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ തകർക്കണമേ. പറമ്പ് കച്ചവടത്തെ തടസ്സപ്പെടുത്തുന്ന ശത്രുക്കളെ തകർക്കണമേ. ഞങ്ങളുടെ സൽപ്പേര് കെടുത്തുന്നവരെ തകർക്കണമേ. ഞങ്ങളുടെ മാനസികവും ശാരീരികവുമായി ഞങ്ങളെ തകർക്കുന്നവരെ യേശുവേ അവരെ ഇല്ലാതാക്കണമേ. ക്ഷുദ്രജീവികൾ ഇല്ലാതാകട്ടെ. ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ തകർക്കപ്പെടട്ടെ. ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ തകർക്കപ്പെടട്ടെ. നമ്മൾ നന്മ ചെയ്തിട്ടും അതിനെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്ന ആ ശത്രുക്കൾ ഇല്ലാതാകട്ടെ. ദുഷ്ടതകൾ ഇല്ലാതാകട്ടെ. കർത്താവ് യേശുവിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ. വിടുതൽ ലഭിക്കട്ടെ. മക്കളുടെ മേലുള്ള കെട്ടുകൾ അഴിയട്ടെ. മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ. മക്കളുടെ മേലുള്ള ഭാരങ്ങൾ അഴിയട്ടെ. മക്കളുടെ മേലുള്ള രോഗങ്ങൾ മാറട്ടെ. മക്കളുടെ മേലുള്ള തളർച്ചകൾ മാറട്ടെ. മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ മാറട്ടെ. മദ്യത്തിൻ്റെ ബന്ധനം മാറട്ടെ. ലഹരിയുടെ ബന്ധനം മാറട്ടെ. തെറ്റായ ബന്ധങ്ങൾ മാറട്ടെ. ചീത്ത കൂട്ടുകാർ വിട്ടുമാറട്ടെ. ചീത്ത കൂട്ടുകാർ വിട്ടുമാറട്ടെ. പാതിരാത്രിയിൽ പുറത്തിറങ്ങി നടക്കുന്ന അങ്ങനെ പിശാചിൻ്റെ ആവാസം ചോദിച്ചു വാങ്ങുന്ന ആ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവ് പ്രാർത്ഥനയുടെ അരൂപി ഭവനത്തിലേക്ക് വരട്ടെ. വിശ്വാസത്തിൻ്റെ അരൂപി വരട്ടെ. ജ്ഞാനത്തിൻ്റെ അരൂപി വരട്ടെ. വിവേകത്തിൻ്റെ അരൂപി വരട്ടെ. കർത്താവിൻ്റെ വലിയ അഭിഷേകം ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 42-44 വരെയുള്ള വചനങ്ങളാണ്. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. യേശു ഒരു വിജന സ്ഥലത്തേക്ക് പോയി തിരക്കുകളിൽ നിന്നൊക്കെ മാറി ദൈവത്തെ വിളിക്കാൻ, ദൈവവുമായി സംസാരിക്കാൻ, ദൈവവുമായുള്ളൊരു ഹൃദയബന്ധത്തിനായി അവൻ പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. കാരണം അവനിൽ കൃപയുണ്ട്, അവനിൽ വരമുണ്ട്, അവനിൽ അഭിഷേകമുണ്ട്, അവനിൽ ശക്തിയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ യേശുവിനെ അന്വേഷിച്ചു ചെന്നു. അവരവനോട് അപേക്ഷിച്ചു, തങ്ങളെ വിട്ടുപോകരുത്. അവർ അവനെ നിർബന്ധിച്ചു, ഞങ്ങളെ വിട്ടുപോകല്ലേ, ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച കൃപയിൽ എന്ന് നിലനിർത്തണമേ, സൗഖ്യം തരണമേ. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിലൂടെ മറ്റുള്ളവരെ രക്ഷപ്പെടാനുണ്ട്, ക്രിസ്തുവിനെ അറിയാനുണ്ട്,
ക്രിസ്തുവിനെ സ്നേഹിക്കാനുണ്ട്, ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അതിശക്തമായ ശുശ്രൂഷ, കർത്താവിൻ്റെ ശുശ്രൂഷ, ഡെലിവറൻസിൻ്റെ, രോഗശാന്തിയുടെ, വിടുതലിൻ്റെ ശുശ്രൂഷ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, കർത്താവെ ആരാധന, യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യത്തിലേക്ക്, കുരിശിലേക്ക് നോക്കിക്കേ. ഇതാ കർത്താവിൻ്റെ കുരിശ്. ദുഷ്ടശക്തികളെ, നിങ്ങൾ ചിതറിക്കപ്പെടട്ടെ. ഇതാ കർത്താവിൻ്റെ കുരിശ്. കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഇതാ കർത്താവിൻ്റെ കുരിശ്. കുരിശിൻ്റെ ശക്തി, പ്രത്യാശ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. സ്തുതിച്ചേ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. കർത്താവായ യേശുവേ, ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ബന്ധനങ്ങള് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ, ഈ കൃപയുടെ ശക്തിയാൽ വിട്ടുമാറട്ടെ. എൻ്റെ ആത്മീയ അധികാരത്തിലും പൗരോഹിത്യത്തിൻ്റെ കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ആത്മാവിനെയോ ശരീരത്തെയോ സമ്പത്തിനെയോ പറമ്പിനെയോ വീടിനെയോ ജീവിത സാഹചര്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന നാറിക ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, നിങ്ങൾ ആര് തന്നെയായിരുന്നാലും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ഈ മക്കളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്നു. അവരുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിടുവിക്കുന്നു. അവരുടെ പഠന തടസ്സങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. അവരുടെ ജോലി തടസ്സങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. അവരുടെ സാമ്പത്തിക ബന്ധനങ്ങളെ വിടുവിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നാറിക ശക്തികളെ, അന്ധകാര സേനകളെ, യേശു നാമത്തിൽ നിങ്ങളെ ഞാൻ ഉച്ചാടനം ചെയ്യുകയാണ്. പ്രകൃതി വിരുദ്ധ ശക്തികളെ, കൂടോത്രങ്ങളെ, മന്ത്രവാദങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളിൽ നിന്ന് വിട്ടുമാറുക. ശാപങ്ങളെ യേശു നാമത്തിൽ വിട്ടുമാറുക. കൂടോത്രങ്ങളെ യേശു നാമത്തിൽ നിർവീര്യമാകുക. സ്തുതിച്ച മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ രോഗശാന്തി ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.